എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 4 വിമത വൈദികർക്കെതിരെ നടപടി. വൈദികരെ ചുമതലകളിൽ നിന്ന് നീക്കി ബസലിക്കയിലെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഫാദർ വർഗീസ് മണവാളന് പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാനും നിർദ്ദേശം നൽകി. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വിമതർക്കെതിരായ നടപടിക്ക് മുന്നോടിയായി ട്രൈബ്യൂണലും രൂപീകരിക്കും. ടോം കുര്യാക്കോസ് വിവരങ്ങളുമായി ചേരുന്നു. ടോം, ഏതൊക്കെ വൈദികർക്കെതിരെയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്? അശ്വതി, എറണാകുളം അങ്കമാലി അതിരൂപതയില് ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിമത നിലപാട് സ്വീകരിച്ചു നിൽക്കുന്ന വൈദികർക്കെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചത്. അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതർക്കെതിരെ കൂട്ട നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് സഭാ നേതൃത്വം നൽകുന്നത്. നിലവിൽ 4 വൈദികരെ ചുമതലകളിൽ നിന്നും നീക്കിയിട്ടുണ്ട്. എറണാകുളം ബസലിക്കയിലെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഫാദർ വർഗീസ് മണവാളനോട് പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതോടൊപ്പം തൃപ്പൂണിത്തുറ, പാലാരിവട്ടം, മാതാനഗർ ഇടവകളിലെ വികാരിമാരായിരുന്ന ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ബെന്നി പാലാട്ടി എന്നിവർക്കെതിരെയും നടപടി ഉണ്ടായിരിക്കുകയാണ്. ഈ 3 പേരോടും മറ്റ് പ്രീസ്റ്റ് ഹോമിലേക്ക്, തലയോലപ്പറമ്പ് പൊതിയിലുള്ള പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വിമത പ്രവർത്തനത്തിന്റെ പേരിലാണ് ഈ 4 വൈദികർക്കെതിരെയും നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതോടൊപ്പം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലും സഭാ ട്രിബ്യൂണൽ, സഭാ കോടതി രൂപീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വിമത വൈദികർക്കെതിരായ നടപടിക്ക് മുന്നോടിയായിട്ടാണ് ഈ സഭാ ട്രിബ്യൂണൽ രൂപീകരിക്കുന്നത്. ക്രിസ്മസിന് മുൻപ് തന്നെ കൂടുതൽ വൈദികർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സഭാ നേതൃത്വം നൽകുന്ന സൂചന. നേരത്തെ 4 വൈദികർക്കെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് തൃപ്പൂണിത്തുറ, പാലാരിവട്ടം, മാതാനഗർ, ബസലിക്ക പള്ളികളിലെ വൈദികർക്കെതിരെ, വികാരിമാർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരെ മാറ്റി, ഈ 4 പേരെയും മാറ്റി പുതിയ വികാരിമാരെയും അഡ്മിനിസ്ട്രേറ്റർമാരെയും നിയമിച്ചിരുന്നു. എന്നാൽ പുതിയ വികാരിമാർക്ക് അവിടെ ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്ത രീതിയിൽ വലിയ സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടാവുകയും നിലവിലുണ്ടായിരുന്ന വികാരിമാർ തലസ്ഥാനത്ത് നിന്ന് മാറാതിരിക്കുകയും ആ ഇടവകയിൽ തന്നെ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ 4 പേർക്കെതിരെയും കർശന നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ ഉത്തരവ്, ഈ കൽപ്പന പാലിച്ചില്ലെങ്കിൽ, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ കൽപ്പന പാലിച്ചില്ലെങ്കിൽ 4 പേർക്കെതിരെയും കടുത്ത നടപടി, അതായത് അവരെ ഈ ചുമതലകളിൽ നിന്ന് നീക്കുന്നതിനൊപ്പം തന്നെ കുർബാന വിലക്ക് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളും ഉണ്ടാകുമെന്നാണ് സൂചന. ശരി, ടോം കുര്യാക്കോസ് ആണ് കൊച്ചിയിൽ നിന്നും വിശദ വിവരങ്ങൾ നൽകിയത്.